ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ജിത രാജൻ ഹിയർ. ഞാനിന്ന് സംസാരിക്കുന്നത് സ്ട്രെച്ച് മാർക്കിനെ കുറിച്ചാണ്. അപ്പം ഇന്ന് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഫോം ചെയ്യും. പിന്നെ വെയിറ്റ് ഗെയിൻ പെട്ടെന്ന് നമ്മൾ തടി വയ്ക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഫോം ചെയ്യാറുണ്ട്. പിന്നെ കോർട്ടിക്കോസ്റ്റിറോയിഡ് ഡ്രഗ്സ് കഴിക്കുന്നവരിലും സ്ട്രെച്ച് മാർക്ക് ഫോം ചെയ്യാറുണ്ട്. പിന്നെ ഈ ബോഡി ബിൽഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മസിൽ മാസ് കൂടുമ്പോഴും നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത് എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാം? അപ്പം ആദ്യത്തെ ഒരു ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ എടുക്കണം. അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ ഒരു നല്ല കോഫി പൗഡർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ കോഫി പൗഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ ക്ലോറോജനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് സ്ട്രെച്ച് മാർക്ക് റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ നമുക്ക് നാച്ചുറലി എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒലിവ് ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിലിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെച്ച് മാർക്ക് എവിടെയാണോ ഉള്ളത് അവിടെ നല്ലപോലെ റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് എങ്കിലും റബ്ബ് ചെയ്തിട്ട് അത് 25 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് അത് കഴുകി കളയണം. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതം. ഇനി രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് സിക്ക സെൻറ്റല്ല ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നത്. ഫൈൻ ലൈൻസ് മാറാനായിട്ട് ബെസ്റ്റ് റെമഡിയാണ് സെൻറ്റല്ല ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നത്. പല സ്ഥലത്തും പല പേരുകളാണ് പറയുന്നത്. ഞാനിവിടെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പല പേരുകളാണ് പറയുന്നത്. മുത്തള എന്നും പറയും ഇതിന്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഒരു അരച്ച പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് സ്ട്രെച്ച് മാർക്കുള്ള ഏരിയയിൽ തേക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇപ്പം സിക്ക സെൻറ്റല്ല ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നത് ഒരു സെയിം ആയിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ അതടങ്ങിയ കുറേ ക്രീംസുകൾ നമുക്ക് അവൈലബിൾ ആണ്, ലോഷൻസ് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം മിക്ക ആൾക്കാരും ഹൈലറോണിക് ആസിഡിൻ്റെ സിറം ഉപയോഗിക്കുന്നവരുണ്ട്, മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ ഒരു മുഖം എപ്പോഴും സപ്പിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കും. അപ്പോൾ നമ്മളുടെ മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്കാക്കി വയ്ക്കാനായിട്ട് ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ ഹൈലറോണിക് ആസിഡിൻ്റെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഈ സ്ട്രെച്ച് മാർക്ക് ഉള്ളിടത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കാൻ ശ്രമിക്കണം. അതായത് പുറത്തുള്ളവർക്കൊക്കെ കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത് അവൈലബിൾ ആണ്. അതായത് ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ അടങ്ങിയതാണ് ഈ കെയിൽ എന്ന് പറയുന്നത്. വളരെ നല്ലതാണ്, നമുക്ക് സ്ത്രീകൾക്ക് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്നതാണ് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ്. അതായത് ക്യാബേജ്, ബ്രോക്കലി, ഇതൊക്കെ കൂടുതലും നമുക്ക് കഴിക്കാനായിട്ട് എല്ലാവർക്കും പേടിയാണ്. കാരണം കൂടുതലും അത് വിഷമടിച്ച് വരുന്ന കാരണം. ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ക്യാരറ്റിൽ വൈറ്റമിൻ എ ലോഡഡ് ആണ്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ എല്ലാവരും മേടിക്കും ഷുഗർ വരുന്നു. ബട്ട് സ്വീറ്റ് പൊട്ടറ്റോയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബർ അടങ്ങിയാണ്. കാരണം ഈ ഫൈബർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഷുഗർ സ്പൈക്ക് പയ്യെ ആക്കുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പാൻക്രിയാസിന് പ്രശ്നം വരുന്നത്. പാൻക്രിയാസ് പെട്ടെന്ന് ഇൻസുലിനെ റിലീസ് ചെയ്യേണ്ട അവസ്ഥയും ഇൻസുലിൻ സ്പൈക്ക് ആ സമയത്താണ് വരുന്നത്. നമുക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അത്ര ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കില്ല. കാരണം എന്ന് പറയുന്നത് അതിൽ ഫൈബർ ധാരാളം അടങ്ങിയാണ്. കാരണം പിന്നെ വൈറ്റമിൻ എയുടെ ബെസ്റ്റ് സോഴ്സാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. പിന്നെ പേരയ്ക്കും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പം പിന്നെ എഗ്ഗ് നമുക്ക് കഴിക്കാം, വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡയറ്റും പ്ലസ് നിങ്ങൾ ഈ റെമഡിയും ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുത്തവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.